നമസ്കാരം. നമ്മളിന്ന് ചെയ്യുന്നത് ഒരു ഒണിക്സിൻ്റെ ഹോം തിയേറ്ററാണ്. ഇതിൻ്റെ കംപ്ലയിൻറ്റ് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ മോഡൽ ഒണിക്സ് OHT 110BT. ഇത് കംപ്ലയിൻറ്റ് എന്താണെന്ന് വെച്ചാൽ ഓണാക്കുമ്പോൾ തന്നെ ഇതിൻ്റെ സബ് ഓഫറിൽ നിന്ന് ഭയങ്കര ഡിസ്റ്റോർട്ടഡ് സൗണ്ട് കയറി വരികയാണ്. അപ്പോൾ അത് ഞാനിത് കാണിച്ചു തരാം, ഓണായി കാണിച്ചു തരാം. സെറ്റപ്പ് ഓണായി, സ്റ്റാൻഡ് ബൈ റിലീസ് ആക്കിയിട്ടില്ല. പക്ഷേ അതിന് മുമ്പ് തന്നെ ഭയങ്കര സൗണ്ട് ഇങ്ങനെ കയറി വരികയാണ്. അപ്പം ഇതൊന്നും സബ് ഓഫറിന് ഇപ്പോൾ സ്റ്റാൻഡ് ബൈ റിലീസ് ആക്കിയാലും ആ സൗണ്ട് അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ എന്താ കംപ്ലയിൻറ്റ് നമുക്ക് അയച്ചു നോക്കാം. ഇപ്പോൾ നമ്മൾ സെറ്റ് അയച്ചു വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലുള്ള ഭാഗങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഇതിൽ 3 IC വരുന്നുണ്ട്. ഈ 3 IC വരുന്നതാണ് അതിൻ്റെ ഓരോ ചാനൽസിന് വരുന്നത്. 5.1 4 ചാനൽസിന് വരുന്നതാണ്. ഇതാണ് ഇതിൻ്റെ സബ് ഓഫറിലേക്ക് വരുന്ന IC. കൂടുതലും ഈ IC കംപ്ലയിൻറ്റ് വരാറുണ്ട്. അപ്പോൾ ഈ IC ആയിരിക്കും മിക്കവാറും കംപ്ലയിൻറ്റ് ഉണ്ടാവുക. അപ്പോൾ അത് നമുക്ക് മാറ്റിയിട്ട് ഒന്ന് നോക്കാം. സബ് ഓഫറിൻ്റെ കംപ്ലയിൻറ്റ് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കംപ്ലയിൻറ്റ് എന്തായിരുന്നു വെച്ചാൽ ഇതിൻ്റെ സബ് ഓഫറിലേക്ക് വരുന്ന IC മെയിൻ IC 2030 എന്ന് പറഞ്ഞ IC കംപ്ലയിൻ്റ് ആയിരുന്നു. അത് നമ്മൾ മാറ്റി സംഭവം ഇപ്പോൾ ക്ലിയറായി. ഇതാണ് IC വരുന്നത്. 2030 ആണ്. നമ്പർ കാണുന്നുണ്ടോ എന്നറിയില്ല. ഇതാണ് IC വരുന്നത്. ഇതാണ് ഇവിടെയാണ് IC ഉണ്ടാവുക. ഇതാണ് ഈ IC ആണ് നമ്മൾ മാറ്റിയത്. IC മാറ്റിയോടുകൂടി ആ സൗണ്ട് പ്രശ്നങ്ങളൊക്കെ മാറി. ഇപ്പോൾ സെറ്റ് ഇതിപ്പോൾ ഓൺ പൊസിഷനിലുള്ളത്. ഇപ്പോഴും ഒരു പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല, ഓക്കെയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഒരു സൗണ്ട് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് കേൾപ്പിക്കാം. ഇതിൽ മെയിനായിട്ട് നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ ഈ IC മാറുന്ന സമയത്ത് ഇതിൻ്റെ താഴെ ഒരു റബ്ബറിൻ്റെ ഒരു ഷീറ്റ് ഉണ്ടാവും. അത് നമ്മൾ ഈ ഹീറ്റ് സിങ്ക് ആയിട്ട് കോണ്ടാക്റ്റ് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ്. ഡയറക്റ്റ് കോണ്ടാക്റ്റ് ആവാൻ പാടില്ല. അതേപോലെ ഈ സ്ക്രൂവിൻ്റെ മുകളിലും ഒരു ഇതുണ്ടാവും. അപ്പോൾ ഇൻസുലേറ്റർ ഉണ്ടാവും. അപ്പോൾ ഇത് വെച്ച് നമ്മളത് നിർബന്ധമായിട്ട് ഇടണം, അല്ലെങ്കിൽ IC ഇടുന്ന സമയത്ത് തന്നെ ഷോർട്ടായി പോകും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ഡ്രൈ ഉണ്ടെങ്കിൽ ഈ മറ്റുള്ള ICൻ്റെ കാലൊക്കെ ഡ്രൈ ഉണ്ടെങ്കിൽ, ഡ്രൈ സോൾഡർ ആയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് വിടണം. അത്രയും കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നമ്മളത് പ്ലേ ചെയ്ത് കാണിക്കാം. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇത് ക്ലിയർ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സെറ്റ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിൻ്റെ ഫൈനൽ വീഡിയോസ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഈ ഹോം തിയേറ്റർ ഫുൾ വർക്കിംഗ് കണ്ടീഷൻ ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്തൊരു ചെറിയൊരു ഓഡിയോ കേൾപ്പിച്ചു. കറക്റ്റ് വർക്കിംഗ് ആണ്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം. താങ്ക് യു.